സ്കിന്നിന്റെ ഇമ്പ്യൂരിറ്റീസ് ശരിക്കും ക്ലിയർ ആയിട്ടുണ്ടാകും. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് BSc Love. മുഖം ആകെ ഡള്ളായിട്ട് കരിഞ്ഞിരിക്കുവാണോ? മുഖത്തിന് പിഗ്മെന്റേഷൻ ഉണ്ടോ? നമ്മുടെ മുഖത്തിന്റെ നിറം ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കണ്ടേ? കുറച്ചൊക്കെ നിറം വെപ്പിച്ചാലോ? അപ്പൊ ഇതിനെല്ലാത്തിനും കൂടി പറ്റുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്കും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ആവശ്യം നമുക്ക് തണ്ണിമത്തനാണ്. ആദ്യം നമുക്ക് തണ്ണിമത്തന്റെ ചെറിയ ചെറിയ പീസായിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് സ്പൂണ് കൊണ്ട് ഇതുപോലെ ഇടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് നല്ലതുപോലെ ജ്യൂസ് കിട്ടും. ഈ ജ്യൂസ് ഒരു 2-3 സ്പൂണോളം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ശേഷം വേണ്ടത് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു ബ്രാൻഡൊക്കെ നോക്കി വാങ്ങിച്ച് ഉപയോഗിക്കാം കേട്ടോ. കുങ്കുമപ്പൂവിന്റെ പെറ്റൽസ് ഒരു 5-6 പെറ്റൽസ് വരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് റോസ് വാട്ടർ ആണ്, ഒരു 1/2 സ്പൂണോളം റോസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ കുങ്കുമപ്പൂ മെൽറ്റ് ആയിട്ട് ആ ഒരു കളറൊക്കെ ഒരു യെല്ലോ കളറിലോട്ട് മാറും കേട്ടോ. അതിനുശേഷം നമുക്ക് മുൾട്ടാണി മിട്ടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കുങ്കുമപ്പൂവിന്റെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലേ? അപ്പൊ ആ ഫേസ് പാക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടോ. കാരണം നല്ല തണുപ്പോട് കൂടിയാകുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ തന്നെ അബ്സോർബ് ആകാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടാണ് കുങ്കുമപ്പൂവിന് ഇത്ര വില വരുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും. കാരണം കുങ്കുമപ്പൂവിൽ ധാരാളം ആന്റി ഓക്സിഡൻസും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ പിഗ്മെന്റേഷനും മുഖത്ത് ഉണ്ടാവുന്ന കുരുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആ പ്രശ്നങ്ങളും ബാക്ടീരിയസിനെയൊക്കെ നല്ലതുപോലെ റിമൂവ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ സ്കിന്നിന്റെ നിറത്തിനെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും കേട്ടോ. നമുക്കൊരു യുവത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല ഒന്നാണ് കുങ്കുമപ്പൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന തണ്ണിമത്തനാണെങ്കിൽ ഏറ്റവും നല്ലൊരു കൂളിംഗ് ഏജന്റ് ആണ്. പിന്നെ സ്കിന്നിന് നല്ലൊരു തേജസ് തരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ മുഖത്തെ കുഴികളുണ്ടല്ലോ, അതൊക്കെ ഈ ഓപ്പൺ പോൾസ് ഉള്ളവർ ഈ തണ്ണിമത്തൻ വെറുതെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകും കേട്ടോ. പിന്നെ മുൾട്ടാണി മിട്ടി മുഖത്തുള്ള അമിതമായ എണ്ണമയത്തിനെയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് മുഖം നല്ലതുപോലെ തന്നെ കഴുകിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഇട്ട് കഴുകിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൈകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുങ്കുമപ്പൂവിന്റെ പെറ്റൽസ് ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അത് നല്ലതുപോലെ പൊടിഞ്ഞു പോയിക്കോളൂ കേട്ടോ. അപ്പൊ ഒന്ന് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫേസിൽ ഫുള്ളായിട്ട് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. അപ്പൊ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഇങ്ങനെ വലിഞ്ഞു തുടങ്ങും കേട്ടോ. ഇപ്പൊ തന്നെ നല്ല കൂളിംഗ് ആയിട്ട് മുഖത്ത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും ഗ്യാരണ്ടി ആയിട്ടുള്ളതാണ്. അപ്പൊ ആരുടെങ്കിലും കയ്യിൽ കുങ്കുമപ്പൂ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊന്ന്. പിന്നെ ഈ ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ്. കൂടുതൽ പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കിതൊന്ന് വലിയാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫേസ് നല്ലതുപോലെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതി ഫസ്റ്റ് പറയാനുള്ളത് നല്ല കൂളിംഗ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ശരിക്കും റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഒന്ന് പാറ്ററൈ ചെയ്യാം കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം. നമ്മളെപ്പോഴും ഫേസ് പാക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ കഴുകി കഴിയുമ്പോൾ ഇതുപോലെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ നമ്മുടെ ഫേസ്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഡള്ളായിരിക്കുന്ന സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിന്റെ നിറവും ടെക്സ്ചറും എല്ലാം ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും പിഗ്മെന്റേഷൻ ഒക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ സ്കിന്നിന്റെ ഇമ്പ്യൂരിറ്റീസ് ശരിക്കും ക്ലിയർ ആയിട്ടുണ്ടാകും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം.